ഇനി എന്തെങ്കിലും അവിടെ പോയി ആ സ്ഥലങ്ങൾ കാണാനൊരു അവസരം കിട്ടിയാൽ പോവോ? ഇല്ല. പറ്റില്ല. നജീബൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ചതിൻ്റെ ഒരു 1% പോലും ഞങ്ങൾക്കിത് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒന്നിനോടും ദേഷ്യമില്ല. ഇപ്പോഴും അവിടെ അതിനോട് ദേഷ്യം ഇപ്പോഴും. നമ്മളിങ്ങനെ വിളിക്കും അല്ലെ കത്തെങ്കിലും വരുമെന്നും പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടെങ്ങും. ഇതെന്ന് ഈ നോവൽ ഇറങ്ങിയ പിന്നെ ഇവരെല്ലാം ഫുള്ളായിട്ട് ഇതൊക്കെ അറിയുന്ന സംഭവം. കുടുംബം പോലും ഇത് വാപ്പിച്ചതിന് മുമ്പ് ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ വിഷമാവുന്ന കരുതി ആയിരിക്കും. ദൈവം തെരഞ്ഞെടുത്ത ഗോഡ്സ് ചോസൺ വൺ, ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. സിനിമയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-3 യഥാർത്ഥ കഥാപാത്രങ്ങളെ, ജീവിച്ചിരുന്നതും ജീവിച്ചിരിക്കുന്നതുമായ കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ അവതരിപ്പിച്ചൊരു കഥാപാത്രത്തെ ഞാൻ നേരിൽ കാണുന്നത്. അതൊരു നടനെന്ന രീതിയിൽ ഭയങ്കര ഒരു ദൈവികമായ അനുഭവമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ആയിരത്തി 1991 ഞാൻ വിദേശത്തേക്ക് പോകുന്നത്. എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കൊണ്ടാണ് ഞാൻ പോയത്. അവിടെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി ഒരാൾ വന്ന് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു. പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് 14 വർഷക്കാരായി. 2008 ബ്ലെസ്സിച്ചേട്ടൻ ആദ്യമായിട്ട് എന്നോടിങ്ങനെ നമുക്ക് ഈ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞ് വന്നപ്പോൾ ആദ്യത്തെ ചിന്ത, ഇതെങ്ങനെയാണ് ഞാൻ ഈ കഥാപാത്രത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്? ഞാൻ നജീബൊക്കെ വന്ന് കണ്ട് സംസാരിച്ച് നജീബൊക്കെ എന്താണ്, ആരാണെന്ന് മനസ്സിലാക്കണോ? അതോ ബെന്യാമിൻ ചേട്ടൻ എഴുതിയ നജീബ് എന്ന കഥാപാത്രത്തെയാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അതിനി ബ്ലെസ് ചേട്ടൻ്റെ മനസ്സിലൊരു നജീബുണ്ട്, ആ നജീബിനെയാണോ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് മുമ്പിലുണ്ടായിരുന്നു. ഒടുക്കം ബ്ലെസ് ചേട്ടന് ഞാനും കൂടെ തീരുമാനിച്ചാണ് ഈ എഴുതിയ പുസ്തകത്തിൽ നിന്നും ബ്ലെസ് ചേട്ടൻ കണ്ട നജീബിൽ നിന്നും എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു നജീബിനെയാണ് ഞാൻ സിനിമയിൽ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ നജീബാണ് സിനിമയിലുള്ളത്. ഞാൻ ആ സങ്കല്പിച്ച നജീബും യഥാർത്ഥ നജീബും തമ്മിൽ എത്രത്തോളം അന്തരമുണ്ടെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. വ്യത്യാസം എന്തായാലും ഉണ്ടാകും, കാരണം നമ്മൾ 2 വ്യക്തികളാണ് അല്ലേ. നജീബൊക്കെ അനുഭവിച്ച അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടില്ല, ഞാനത് സങ്കല്പിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടാവും. എനിക്ക് ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം, കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നിരിക്കില്ല എന്നെനിക്കറിയാം, കാലഘട്ടം അതാണല്ലോ. അന്ന് അവിടെ എത്തിയപ്പോൾ കയ്യിലൊരു വാച്ച് ഉണ്ടായിരുന്നു. ഒരു വാച്ച് എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ ചെന്ന് ഞാൻ ആ അനുഭവം ഈ എല്ലാം കണ്ടുവന്നപ്പോൾ തന്നെ എൻ്റെ ഈ മൈൻഡ് അങ്ങ് പോയി. അവിടെ ഒരു ഭീകരജീവിയെപ്പോലെ ഇയാളോട് നിൽക്കുന്നതും ഇത് ആടനിനാണ് കണ്ടപ്പോൾ തന്നെ എൻ്റെ ആ സ്വയബോധം കൂടുതൽ നഷ്ടപ്പെട്ടു പോയി. ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ, മരുഭൂമിയിൽ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, എല്ലാ ദിവസവും ഒരുപോലെയാണ്. എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നു, മരുഭൂമി വെളുപ്പാങ്കാലത്ത് ഒരുപോലെയാണ്, ഉച്ചയാകുമ്പോൾ ഇന്നലത്തെ ഉച്ച പോലെ തന്നെയാണ്, വൈകുന്നേരം ആകുമ്പോൾ ഇന്നലത്തെ വൈകുന്നേരം പോലെ തന്നെയാണ്. ഈ ദിവസങ്ങൾ മാറുന്നത്, ആഴ്ചകൾ മാറുന്നത്, മാസങ്ങൾ മാറുന്നതിനൊരു കണക്കുണ്ടായിരുന്നോ? ഒരു കണക്കുമില്ല. എനിക്ക് അതാണ് അറിയേണ്ടത്, സമയം മുന്നോട്ട് പോകുന്നുണ്ടോന്ന്. പിന്നെ അതിൽ അസ്തമിക്കുന്ന പോലെ ഉദിക്കുന്ന അസ്തമിക്കുന്നു, ഇത് മാത്രമേ ഉള്ളൂ. എത്ര സമയം കഴിഞ്ഞപ്പോഴാണ് എനിക്കിനി ഇവിടുന്നൊരു രക്ഷപ്പെടൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങിയത്? ഇനി ഞാൻ ഇവിടെ തന്നെ ആയി പോകുമോ എന്നുള്ള ചിന്ത വന്നു തുടങ്ങിയത്. എനിക്ക് എൻ്റെ മനസ്സിൽ ഒരിക്കലും ഞാൻ രക്ഷപ്പെടുത്തണം എന്നുള്ള ചിന്ത മാത്രമല്ല എനിക്കുള്ളത്. രക്ഷപ്പെടുത്തില്ല എന്നറിയാറ്. പിന്നെ ഞാൻ ഇനി വിളിക്കാനുള്ള ദൈവങ്ങളൊന്നുമില്ല. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് അവിടുത്തെ ആ ജീവിതത്തിനെക്കാട്ടി നല്ലൊരു മരണമാര്. അത് ഒരുപാട് വട്ടം താഴായി കിടന്നിട്ടുണ്ട്. ഇതെന്തെങ്കിലും കടിച്ച് മരിക്കട്ടെ അങ്ങനെ എന്നിങ്ങനെ എണീക്കുന്നത്. പിന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യം ചിന്ത വരുന്നത്, എൻ്റെ ഭാര്യ അമ്മേ വരുമ്പോൾ 8 മാസം ഗർഭിണിയായിരുന്നു, പ്രസവിച്ചോ ഇല്ലയോ എന്നുള്ള ചിന്തയാണ് മനസ്സിലാകുന്നത്. അങ്ങനെ പോയ ആള് പിന്നെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ച എന്തോന്നൊന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ വിളിക്കും അല്ലെ കത്തെങ്കിലും വരുമെന്നും പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടെങ്ങും ഒരിതുമില്ല. അങ്ങനെ എനിക്ക് അങ്ങ് ടെൻഷൻ കയറുകയും ഭയങ്കര പ്രശ്നമൊക്കെ ആയി. ഒരു ദിവസം രാവിലെ രാത്രി കടന്ന് രാവിലെ എണീക്കുമ്പോൾ പിന്നെ പൊടിയും മണ്ണുമായിട്ട് മൊത്തം 7-10 മരുഭൂമിയുടെ കാറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടു.
എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞങ്ങൾ ഈ സിനിമ എടുക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചതോ ഈ സിനിമ കാണുമ്പോൾ പ്രേക്ഷകനിലേക്ക് എത്തുന്നതോ ഒന്നും നജീബൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ചതിൻ്റെ ഒരു ശതമാനം പോലും ഞങ്ങൾക്കിത് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് അറിയോ, മരിച്ചു കളയാമെന്ന് പറഞ്ഞ് താഴെ കിടന്ന ഒരാൾ ഓരോ പുലർച്ചെയും വീണ്ടും ഉടണമെങ്കിൽ ഈ കഥ പറയാൻ ദൈവം ബാക്കി വെച്ചതായിരിക്കും അല്ലേ? ലോകത്തോട് ഈ കഥ പറയാൻ വേണ്ടി ദൈവം ഒക്കെ ബാക്കി വെച്ചതാണ്. അപ്പോൾ ഈ കഥ ഇറങ്ങിയതിൽ പിന്നെ ഞാൻ ഇനി കാണാത്ത സാധനങ്ങളൊന്നും ഇല്ല, ആൾക്കാരുമായിട്ട് പരിചയപ്പെടാത്ത ആൾക്കാരും ഇല്ല. അറിയാനെനിക്ക് എനിക്കൊരു അനുഭവം പിന്നെ എനിക്ക് ഉണ്ടായല്ലോ. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, അതായത് നജീബ് എന്ന് പറഞ്ഞ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തതാണ്. ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള, ഇതുപോലെ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ടാവും അല്ലേ? അതിലൊരാളെ ദൈവം തിരഞ്ഞെടുത്തു, ഈ കഥ പറയാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ ഒരു കണക്കിന് നോക്കിയാൽ ഈ ദൈവം തിരഞ്ഞെടുത്ത ഗോഡ്സ് ചോസൺ വൺ, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. രക്ഷപ്പെടണം അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു കളയാം എന്നുള്ള ചിന്ത വന്നിട്ടില്ലേ മനസ്സിൽ? എന്നിട്ടുണ്ട്. പക്ഷേ ഇവനെ കൊന്നിട്ട് എനിക്ക് പോകാമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ജയിലിൽ കിടക്കണമല്ലോ എന്നുള്ള ചിന്ത പിന്നെ അത് മനസ്സിൽ വരുമോ. അന്നേരം ഞാൻ ഓർക്കുന്നത് എൻ്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരുന്നല്ലോ, ഞാൻ എന്തായി പ്രസവിച്ചോ ഇല്ല എന്നുള്ള ഒരു ചിന്ത അന്നേരം മനസ്സിൽ വരുമ്പോൾ ഇങ്ങനെ മരിക്കണം തോന്നുമ്പോഴൊക്കെ ഈ കാര്യം ഓർമ്മ വരുന്നത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഞാനിങ്ങനെ സ്വപ്നം കണ്ട് ഇങ്ങനെ മച്ച ഓടുന്നതായിട്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ ദിശയൊക്കെ വളർത്തി പിന്നെ ഇതായിട്ടേക്കുന്ന അവരുടെ ഈ അറബികളുടെ വേഷം അതങ്ങ് മുഷിഞ്ഞ് നാറി എൻ്റെ അടുത്ത് വന്ന് വെള്ളം ചോദിച്ച്. ഞാനപ്പം വെള്ളമായിട്ട് വരുമ്പോൾ ആളില്ല, ഓടുന്നതായിട്ട് എനിക്കിങ്ങനെ കണ്ടു. ഞാൻ ഈ കഥാപാത്രത്തിൻ്റെ ഒരു മാനസികമായിട്ടുള്ളൊരു 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാൻ പോവാണ്. ഒന്ന്, അവിടെ എത്തി ആദ്യത്തെ കുറേ ദിവസങ്ങൾ നജീബ് എന്ന മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടാവുക നിസ്സഹായാവസ്ഥയായിരിക്കും അല്ല. ഭാഷ അറിയില്ല, സ്ഥലം അറിയില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഭീകരമായ നിസ്സഹായാവസ്ഥയായിരിക്കും ആദ്യം അനുഭവിച്ചിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയത് ഭയങ്കരമായ ദേഷ്യം വന്നിട്ടുണ്ടാവും. അതപ്പോൾ ഒക്കെ പറഞ്ഞാൽ കൊന്നു കളയാൻ തോന്നിയത് അത് ഏറ്റവും സ്വാഭാവികമായ ഒരു മനുഷ്യൻ്റെ വികാരമാണ്. ഭയങ്കരമായ ദേഷ്യം വന്നിട്ടുണ്ടാവും. ഞാനിനി ഈ മൃഗങ്ങളിൽ ഒരാളായി, ഇനി എൻ്റെ ജീവിതം ഇതാണ്, ഞാൻ ഇതാണ് എന്ന് സ്വയം പറഞ്ഞ് പഠിപ്പിച്ചൊരവസ്ഥ ഉണ്ടായോ? അപ്പോൾ ഇനി ഞാനിവിടെ തന്നെ ഈ മൃഗങ്ങളിൽ ഒരാളാണ് ഞാൻ സ്വയം പറഞ്ഞ മനസ്സിലങ്ങ് തോന്നി. അപ്പോൾ ഈ മൃഗങ്ങൾക്കിടയിലൂടെ ഈ മൃഗങ്ങളുടെ മണം എനിക്ക് തോന്നിയതാ. ഞാൻ ഈ കുറേ 10-200 ആടുകളുടെ ഇടയിൽ ഞാൻ ഇരുന്നിട്ടുള്ള കുറേ സീനുകളുണ്ട്. ഞാൻ ആദ്യം 2019 ആദ്യമായിട്ട് ആ സീൻ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ അറപ്പും, കാരണം ഇതിൻ്റെ ഒരു നാറ്റവും ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് അറപ്പും ഒക്കെ തോന്നലുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ആലോചിക്കുക, അവസാനം 2022 ഞങ്ങൾ ആ സീൻ എടുത്തപ്പോൾ എനിക്ക് ആ മണം എനിക്ക് അറിയുന്നില്ല. കാരണം കുറേ നാളുകൾ, മാസങ്ങളോളം അവിടെ വന്നിട്ട് ഞാൻ എങ്ങനെ ആയെങ്കിൽ യഥാർത്ഥ നജീബ് എന്തായിരുന്നിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ചിന്ത എനിക്കുണ്ട്. പക്ഷെ ശരിക്കും മൃഗങ്ങളിൽ ഒരാളായി എനിക്ക് പിന്നെ ആ മണമൊന്നും ഒരു പ്രശ്നമല്ല. അല്ല, അവരുമായിട്ടൊക്കെ ആയിരിക്കും വർത്തമാനം കൂടുതൽ പറയുന്നത്. ഇപ്പൊ തന്നെ ഈ മറ്റു 2 ആടും ഉണ്ടായിരുന്നു, ആണും പെണ്ണും ഉണ്ടായിരുന്നു. അതെ, ഇവിടെ ഇപ്പൊ ഒരു 100 ആടിന്റെ കൂടെ ഒരു 10 എണ്ണം കാണും വലിയ. ഇതിന് തീറ്റ കൊടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതിന്റെ ഒരു ഇടി കിട്ടി കഴിഞ്ഞാൽ അന്നേരം താഴെ വീഴും. കിട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അന്നേരമൊക്കെ നമ്മുടെ ചിന്ത മരിച്ചാൽ മതി എന്നുള്ള ചിന്തയാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു പരുക്ക് പറ്റിയാൽ അല്ലെങ്കിൽ ഒരു വയ്യായിക വന്നാൽ അവിടെ എന്തായിരുന്നു ചെയ്യുന്നത്? എന്തും ചെയ്യാനില്ല. ഒരു പനി വന്നാൽ എന്ത് ചെയ്യും? പലിശ പോകും. അപ്പൊ ഈ അവിടെ ഉണ്ടായിരുന്ന ഈ കാലം മുഴുവൻ അങ്ങനെ ഒരു ആപത്ത്. എനിക്ക് ഇവിടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇച്ചിരി മഴ തന്നെ വലിയ പനി പിടിക്കും. അന്ന് അവിടെ മഴ നനഞ്ഞിട്ടും ചൂട് നനഞ്ഞിട്ടും ഒരു പനിയോ തലവേന ഒന്നും വന്നിട്ട് അതിന് ദൈവം എന്നുള്ള അല്ല പറയാം. എന്താ അങ്ങനെ സംഭവം എനിക്കുണ്ടായി. അത് മാത്രമേ ഉള്ളൂ ഏറ്റവും വലിയ ഇത്. നാട്ടിലൊരു മഴ വന്നു പോയെങ്കിൽ ഞാൻ അന്നേരം പോയി. നാട്ടിലൊരു മഴ വന്ന പനി പിടിക്കുന്ന ആൾക്ക് ആ മരുഭൂമിയിൽ ഈ മണൽക്കാറ്റിലും ചൂടിലും തണുപ്പത്തും ഒരു പനി വന്ന ഓർമ്മയില്ല. കഴിവായിരുന്നത് അതൊന്നും എന്നെ രക്ഷപ്പെടുത്താനും ദൈവത്തിൻ്റെ കഴിവ് തന്നെ, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തല്ലേ. അവിടെ ആരും വന്ന് എത്തുവിടത്തില്ല ആ ഭാഗത്ത്. ഈ ദൈവപുത്രൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാന്ന് തോന്നുന്നു. അതായത് ഈ ദൈവം തെരഞ്ഞെടുത്ത ആൾക്കാരെന്ന് പറയില്ലേ? ദേഷ്യമുണ്ടോ ഇപ്പൊ? ഇല്ല. ഉള്ളില് ആരോടെങ്കിലും? ഇല്ല, ഒന്നിനോടും ദേഷ്യമില്ല. എനിക്ക് ഇപ്പോഴും അതിനോട് ദേഷ്യം തന്നെ ഇപ്പോഴും. അല്ല, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, ജീവിതത്തിൻ്റെ ഒരു വലിയ കാലയളവ് ഞാൻ ഇത്ര അനുഭവിച്ചു എന്നുള്ളതിനോട് ദേഷ്യമുണ്ടോ? പക്ഷേ അന്ന് ഇപ്പം എനിക്ക് ഈ നോവൽ എഴുതിയതിൽ പിന്നെ ഞാനും അതിനെക്കാട്ട് ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിന് ദേഷ്യം പോയി. ഇനി എന്തെങ്കിലും അവിടെ പോയി ആ സ്ഥലങ്ങൾ കാണാൻ ഒരു അവസരം കിട്ടിയാൽ പോവോ? ഇല്ല. ഒത്തില്ല. ഒരു പേടി സ്വപ്നമാണ്. അതെ, അതൊരു പേടി സ്വപ്നം തന്നെ. ഇനി പോകത്തില്ല അവിടെ.
ഞാനിപ്പോൾ ബെറിൽ ചെന്നിട്ട് ഈ പോലെ കച്ചവടയിൽ ഈ പാട്ടൊക്കെ പറക്കുന്ന ജോലിയായിരുന്നു അവിടെ. എനിക്കറിയാം, എനിക്ക് സ്വർഗം കിട്ടിയ ജോലിയാണ് അവിടുത്തെ അപേക്ഷിച്ച്. ഇപ്പോഴും സ്വപ്നം കാണാറുണ്ടോ ആടുകളെയും പിന്നെ ഉണ്ട്, മരുഭൂമിയൊക്കെ ഉണ്ട്? ഉണ്ട്. ആ അവിടുത്തെ ആടുകളെയും അവിടുത്തെ മണങ്ങളും അവിടുത്തെ ഭക്ഷണവും ഒക്കെ അത് ഓർമ്മയുണ്ട്? ഉണ്ട്, ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. മക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്? ആ നോവല് ഇതെന്ന് ഈ നോവൽ ഇറങ്ങിയതിനെ പിന്നെ ഇവരെല്ലാം ഫുള്ളായിട്ട് ഇതൊക്കെ അറിയുന്ന സംഭവം. കുടുംബം പോലും, കുടുംബം പോലും, ഭാര്യ പോലും ഇങ്ങനെയൊക്കെ ആയിരുന്നു സംഭവം അന്ന് അവിടെ നടന്നതൊക്കെ. സംഭവം നടക്കുമ്പോൾ ഞാൻ തീരെ കുഞ്ഞാണ്, 2 വയസ്സുള്ള പ്രായം. അന്ന് നടന്ന സംഭവങ്ങളൊന്നും ഇപ്പം എനിക്ക് ഓർമ്മയില്ല. പിന്നീട് ഇപ്പം നോവല് ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനൊരു കഥ നടന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് തന്നെ അറിയുന്നത്. വാപ്പിച്ചതിന് മുമ്പ് ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ വിഷമാകുന്ന കരുതി ആയിരിക്കും. തുടക്കം മുതൽ ആദ്യം അവസാനം വരെ നോവൽ വായിച്ച് കരഞ്ഞു പോയത് ശരിക്കും. അച്ഛൻ ഇങ്ങനെ ഒരു വളരെ സ്പെഷ്യൽ മനുഷ്യനാണ് എല്ലാവർക്കും അവർക്കറിയാം. ഞാൻ ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ചേട്ടനെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇല്ല, എൻ്റെ സങ്കല്പത്തിലെ നജീബിനെ ഞാൻ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ അഭിനയിച്ച നജീബും ചേട്ടനും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്. പക്ഷെ ഞാൻ അഭിനയിച്ച നജീബ് ചിന്തിച്ചതും ചേട്ടൻ ചിന്തിച്ചതും ഒരുപാട് അടുപ്പമുണ്ട്.